ശ്രീ കെ സോമൻ, ഇപ്പോൾ ബിപിൻ അല്ലല്ല, ഞാൻ ഒന്ന് ബി ജെ പി പ്രതിനിധിയിലേക്ക്. ശ്രീ കെ സോമൻ, ഇപ്പോൾ ബിപിനെ നിങ്ങൾ ബി ജെ പിയിലേക്ക് എടുത്തിരിക്കുന്നു. ഒരു ഓഫറും ഇല്ലാതെയാണ് ബി ജെ പിയിൽ ചേരുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ നൽകിയ പരാതി, അതിപ്പോൾ കോടതിയിൽ കേസ് നിൽക്കുന്നു. അപ്പുറത്ത് പാർട്ടിക്ക് നൽകിയ പരാതി എന്ന് പറയുന്ന പരസ്ത്രീ ബന്ധം, ആഭിചാരക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ഭാര്യ നൽകിയ പരാതിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു യുവ നേതാവിനെ ബി ജെ പിയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ബി ജെ പിക്ക് എന്താണ് നേട്ടം? സ്മൃതി, ഇതിൽ ബി ജെ പിയുടെ നേട്ടം എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് കാലം തെളിയിക്കട്ടെ. ഈ ചർച്ചയിൽ ഇടതുപക്ഷ സഹയാത്രികനായി പങ്കെടുക്കുന്ന ബഹുമാനനായ വ്യക്തി ആലപ്പുഴയിലെ സ്പന്ദനങ്ങൾ കൃത്യമായി അറിയുന്ന ആളാണ്. ജയചന്ദ്രൻ മാസ്റ്റർ. ജയചന്ദ്രൻ സാറിന് നല്ലതുപോലെ ആലപ്പുഴയെ സംബന്ധിച്ച് അറിയാം. അദ്ദേഹം ജി സുധാകരൻ സാറിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം ആദ്യം നടത്തിയത്. എന്താണ് ജി സുധാകരൻ ആലപ്പുഴയിൽ തുറന്നു പറഞ്ഞത്? ആലപ്പുഴയിൽ ജി സുധാകരൻ പറഞ്ഞത്, ആലപ്പുഴക്കാരായിട്ടുള്ള ഞങ്ങൾക്കറിയാം, കേരളത്തിലെല്ലാവർക്കും അറിയാവുന്നേ, പ്രായത്തിൻ്റെ പരിധി വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ബഹുമാനനായ ജി സുധാകരനാണ്. 2, എൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞത് ബഹുമാനനായ ജി സുധാകരനാണ്. 3, കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാർ, വിശേഷിച്ച് CPM മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന് പറഞ്ഞത് ബഹുമാനനായ ജി സുധാകരനാണ്. ആലപ്പുഴയിലെ CPM-ൽ പൊളിറ്റിക്കൽ ക്രിമിനൽ ഉണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനനായ ജി സുധാകരനാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജയചന്ദ്രൻ സാറ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തിന് ആലപ്പുഴയുമായി നല്ല ഹൃദയബന്ധമുണ്ട്, നല്ല വ്യക്തിബന്ധമുണ്ട്. സ്മൃതി, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ദിവസം കൊണ്ട് CPM-ൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ഒരു കൊട്ടാര വിപ്ലവമല്ല. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് പുന്നപ്പറയുടെ നാടാണ്, ഇത് വയലാറിൻ്റെ നാടാണ്, ഇത് മേനാശ്ശേരിയിലെ സമരഭൂമി ഉൾപ്പെടുന്ന നാടാണ്. ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള P. കൃഷ്ണപിള്ളയുടെ സ്മാരകം തീയിട്ട് നശിപ്പിക്കുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ട് ആ വിപ്ലവത്തിൻ്റെ മാതൃകാ പുരുഷനായ P. കൃഷ്ണപിള്ളയോട് നീതി പുലർത്താൻ CPM-ന്റെ നേതൃത്വത്തിന് സാധിച്ചോ എന്ന ചോദ്യം സഹാക്കന്മാർ ചോദിക്കുകയാണ്. അതിൽ പിടിക്കപ്പെട്ടത് CPM അനുഭാവികളും അനുയായികളുമായിരുന്നു എന്നുള്ളത് നാം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അരൂരിൽ, കരുനാഗപ്പള്ളിയിലെ കാര്യം ഇവിടെ ചർച്ച ചെയ്തല്ലോ, അരൂരിൽ ഏരിയ സമ്മേളനത്തിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കെതിരായി വന്നിട്ടുള്ള പ്രതിപാദ്യം എന്തായിരുന്നു, ആരോപണങ്ങൾ എന്തായിരുന്നു, വിമർശനങ്ങൾ എന്തായിരുന്നു? അവർക്ക് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ സഹാക്കന്മാരുടെ, സംസ്ഥാന നേതാക്കന്മാരുടെ, ജില്ലാ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നു എന്നെല്ലാമുള്ള വിമർശനം ഉയർന്നതിന് ശേഷം ആത്മരോക്ഷത്തോടെ സമ്മേളന പ്രതിനിധികൾ പറയുകയാണ്, ഞങ്ങളുടെ കൈവശം തോക്കുണ്ടായിരുന്നെങ്കിൽ ആ തോക്കെടുത്ത് ഈ നേതാക്കന്മാർക്കെതിരെ വെടിവെക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അരൂരിലെ CPM-ന്റെ സമ്മേളന പ്രതിനിധികളാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ CPM മാർക്സിസം എന്ന ലൈൻ മാറ്റി അധികാര രാഷ്ട്രീയത്തിൻ്റെ അപ്രമാദിത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തീവ്രവാദ സംഘടനകൾക്ക്, മതവർഗീയ സംഘടനകൾക്ക് കീഴടങ്ങിക്കൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന സംഘടന പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആലപ്പുഴയിലെ ഓരോ പ്രദേശങ്ങൾ എടുത്തു നോക്കൂ. കരുനാഗപ്പള്ളിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വന്നിരുന്ന് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നിട്ട് അവിടെ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിഞ്ഞോ എന്ന ചോദ്യം ഞാൻ ഈ ചർച്ചയിൽ ജയചന്ദ്രൻ മാസ്റ്ററോട് ചോദിക്കുകയാണ്. ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയാതെ പോയി എന്ന് മാത്രമല്ല, അവിടെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, ബഹുമാനനായ സോമപ്രസാദിനെയും രാജഗോപാലിനെയും മുറിയിൽ പൂട്ടിയിട്ട സഹാക്കന്മാർക്കെതിരായി എന്ത് ചെയ്തു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇപ്പോൾ ജി സുധാകരനെ പറ്റിയും നല്ല വാക്കുകൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് BJP-യിലേക്ക് കിട്ടിയിരിക്കുന്ന ബിപിനെ പോലുള്ളൊരു നേതാവാണ്. ആ നേതാവാകട്ടെ ആരോപണ വിധേയനുമാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാമെന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു CPM-ൽ നിന്ന് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊന്നും BJP-ക്ക് കിട്ടിയിട്ടില്ല.
സ്മൃതി, ബിബിൻ്റെ വ്യക്തിപരമായ പ്രശ്നത്തെ സംബന്ധിച്ച് അത് കോടതിയിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം തന്നെ തീർച്ചയായിട്ടും ബിബിൻ അതിന് മറുപടി പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആ കാര്യം കൂടുതലായി വിവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. CPM-ൽ നിന്നാൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, കേസുകളൊക്കെ പലർക്കും ഉണ്ടാകാം ശ്രീ കെ സോമൻ, പക്ഷേ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുത്ത പരാതിയുടെ വിവരങ്ങളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. ആഭിചാരക്രിയയും ഈ പറഞ്ഞ താങ്കളിപ്പോൾ പാർട്ടിയിൽ വന്നിരിക്കുന്ന അപജയങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളടക്കം ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി അറിയുന്നത്. അങ്ങനെ 6 മാസം സസ്പെൻഷനിലും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊരു നേതാവിനെയാണ് BJPക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് പകരമായൊരു നേതാവായിട്ടൊക്കെയാണോ ബിപിനെ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് ഇപ്പോൾ CPM പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സാംസ്കാരിക മന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്തിനാ പോയത്? അങ്ങനെയുള്ള ഒരു നേതാവുമായി ചർച്ച ചെയ്യാൻ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം എന്തിനാണ് പോയത്? അപ്പോഴൊന്നും ഈ പറയുന്ന പോരായ്മകൾ ബിപിൻ സി ബാബുവിന് ഉണ്ടായിരുന്നില്ല എന്നാണോ CPM പറയുന്നത്? ഇത് ഇങ്ങനെയൊന്നും മറച്ചുവെക്കാൻ സാധ്യമല്ല എന്നേ. പക്ഷേ ബിപിൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് 3 തവണ പരാതി കൊടുത്തു, 3 തവണ കാണാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല എന്നാണ്. അല്ലാതെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പാർട്ടി ശ്രമിച്ചു എന്നല്ല നമുക്ക് ലഭിച്ച വിവരം. ബിപിൻ തന്നെ പറഞ്ഞത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ മാതാവിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, ജില്ലാ നേതൃത്വമൊക്കെ നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത എൻ്റെ കൈവശമുണ്ട്. ആ ശ്രമങ്ങൾ നടന്നത് തന്നെയാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും അന്ന് പരിഗണിക്കാതെയാണോ ഈ ചർച്ചയ്ക്ക് പോയത് എന്ന ചോദ്യം പ്രസക്തമാണെന്നേ. ഈ ജില്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ ജനപ്രതിനിധികളടക്കമുണ്ടായിരുന്നു. അത് കേട്ടില്ല. അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോഴും CPM നേതാവായി തന്നെ നിൽക്കുന്നു. അതെ, തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആലപ്പുഴയിലെ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിച്ച കൂട്ടത്തിൽ ബിബിനുമായിട്ടും സംസാരിച്ചിട്ടുണ്ടല്ലോ CPM-ന്റെ നേതൃത്വം. ഇവിടെ ഇപ്പോൾ പ്രസക്തമായി ആലപ്പുഴയിലും കരുനാഗപ്പള്ളിയിലും ഒക്കെ ഉയർന്നു വരുന്ന വിഷയം എന്താണെന്നേ, ആലപ്പുഴയിലെ ദേവികുളങ്ങരയിൽ ഇവർക്കൊരു LC സമ്മേളനം മാന്യമായി നടത്തി ഒരു LC കമ്മിറ്റിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നേ. ആലപ്പുഴയിലെ കായംകുളത്തൊരു ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ആളിനോട്, മുൻ മുനിസിപ്പൽ ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തോടെ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. കുട്ടനാട്ടിൽ CPM-ന്റെ തട്ടകമെന്ന് പറയുന്ന CS അച്യുതാനന്ദന്റെയൊക്കെ പ്രവർത്തനത്തിന്റെ തുടക്കമുള്ള കുട്ടനാട്ടിൽ വലിയ തോതിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുകയാണ്. വലിയ പ്രതീക്ഷയോടെ BJP കാണുന്നുണ്ട്. ബിപിൻ പറയുന്നു 3 മാസത്തിനകം ഒരുപാട് പേർ ആലപ്പുഴയിലെ കൊഴിഞ്ഞുപോക്ക് ഒരുപാട് പേർ BJP-യിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നതെന്ന സൂചനയും അദ്ദേഹം നൽകി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.